ക്രിസ്തയേശുവിൽ നമ്മെ ജയോത്സവം നടത്തുന്ന കർത്താവിന് മഹത്വം. ഞാൻ നിൽക്കുന്നത് ബഹ്റിനിലുള്ള ഒരു 450 വർഷപ്പഴക്കമുള്ള ഒരു മരത്തിൻ്റെ അടുക്കലാണ് നിൽക്കുന്നത്. വളരെ ശക്തമായ മരുഭൂമിയുടെ മേൽ ഒരു തുള്ളി വെള്ളം പോലും ആരും കൊടുക്കാതെ വളരെ ഏകാന്തതയോടെ സഞ്ചരിക്കുന്ന ഒരു വൃക്ഷമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 65-22 വായിക്കുമ്പോൾ എൻ്റെ ജനത്തിൻ്റെ ആയുസ്സിനെ വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാക്കും. എൻ്റെ വ്രതന്മാരെ തന്നെ അധ്വാനഫലത്തിനും അത് വ്രതം അധ്വാനിക്കയിൽ ആപത്തിന് പ്രസവിക്കുകയില്ല. ദൈവത്തിൻ്റെ പ്രകാരം ദൈവമക്കളെ നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെയാണ്. തെളിവായിട്ടാണ് ഞാൻ വൃക്ഷത്തെ കാണിക്കുന്നത്. ജനങ്ങൾ ഒത്തിരി സഞ്ചരിച്ച് കാണുവാൻ തക്കണം വരുന്നൊരിടമാണ്. ഈ മരം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ദൈവ പൈതലിന് ഏറ്റവും വർഷം ഈ ഭൂമി ജീവിച്ച് നിൽക്കുവാൻ കഴിയും. അത് പുസ്തകം തെളിവായി പറയുന്നുണ്ട്. 969 വർഷമാണ് മെതുസലേക്കിനെ കർത്താവ് ഭൂമിയിലാക്കിയത്. കർത്താവ് സൃഷ്ടിപ്പിൽ തന്നെ ദൈവത്തെ പോലെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ്. പക്ഷെ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവത്തിന് അന്യപ്പെട്ടു പോയപ്പോൾ മരണം ഏൽപ്പെട്ടു വന്നു. 969 പിന്നെ അത് 120 വരുന്നു. അത് പിന്നെ വരുന്നത് 70 ഏറെയായി 80 എന്ന പദം വരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒന്നുകൂടി സ്ഥാപിക്കുന്നു, ഈ 450 വർഷം പഴക്കമുള്ള ഈ വൃക്ഷം നാം വിളിച്ചറിയിക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ മക്കൾക്ക് ആയുസ് വീണ്ടും കൂടുമെന്നാണ്. കർത്താവിനെ മാത്രം പ്രതീക്ഷിച്ച് സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.